ഇന്ന് ചോദ്യങ്ങൾ തുടങ്ങാവുന്നത് ദിലീപിൻ്റെ ഒരു സ്പോർട്സ് റൈറ്റർ എന്നുള്ള രീതിയിൽ ലോകത്ത് മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഫുട്ബോളൊക്കെ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ മാഞ്ചസ്റ്ററിലാണ് ജനിച്ചു വളർന്നത്. അതുപോലെ ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ഒക്കെ എല്ലാ ഒരു ചെറുപ്പകാലം മുതൽ തന്നെ അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത്, ക്രിക്കറ്റ് മാത്രമല്ല. അപ്പോൾ ഈ ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സമയത്ത് പ്രത്യേകിച്ചും കുട്ടിക്കാലത്ത് ദിലീപിന് എന്തായാലും ഇത്തരം പാനിനി സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള ഐക്കോണിക് ആയിട്ടുള്ള കളക്ഷൻസ്, ഇതിനോടൊക്കെയുള്ള പോസ്റ്റേഴ്സ് കളക്ഷൻ, അങ്ങനെയുള്ള സാധനങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നു. ഏതെങ്കിലും സമയത്ത് ശ്രീജിത്താർ നായർ പാലക്കാട് നിന്ന് ചോദിച്ചാണ്. ഏതെങ്കിലും സമയത്ത് അത്തരം സാധനങ്ങൾ ഇപ്പം ഫിഫയുടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ വിലയ്ക്കൊക്കെ വിൽക്കുകയും അതൊരു വലിയൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. അപ്പം അത്തരം സംഗതികളിൽ ശ്രീജിത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇത്തരം കമേഴ്സ്യലൈസ് ചെയ്തിട്ടുള്ള ഇത്തരം സംഗതികളോട് ദിലീപിനുള്ള അഭിപ്രായം എന്താണ്? ഈ രണ്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത്. ആദ്യത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങുക. അതിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ആൽബം കിട്ടിയത് ഒരു സുഹൃത്തിൻ്റെ ചേട്ടൻ തന്നത്. അത് പഴയ ഒരു ആൽബമായിരുന്നു, യൂറോ 1980, അതിൻ്റെ ഒരു സ്റ്റിക്കർ ആൽബം. അതിൽ നമ്മൾ കാണാത്ത പല കളിക്കാരുടെയും സ്റ്റിക്കേഴ്സൊക്കെ. ഞാൻ ആദ്യം ഈ ആന്റോണിൻ പെനൻക എന്നുള്ള കളിക്കാരനെ പറ്റി അറിയേണ്ടത് ഈ സ്റ്റിക്കറിനാണ്. ചെക്കോസ്ലോവാക്യ, അതെ, ഫേമസ് പെനൻക പെനൽറ്റി. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് 2-3 ആൽബം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇത് എന്താ വെച്ചാൽ ഇത് വാങ്ങാൻ കുറെ പൈസ വേണം. ഇത് ഓരോ പാക്കറ്റിലും 6 സ്റ്റിക്കറേ വരുള്ളൂ. അപ്പൊ ഒരു ലോകകപ്പ് ആ സമയത്ത് 86-ലൊക്കെ 24 ടീമായിരുന്നു, 24 ടീം. അപ്പൊ 24 ടീമിന്റെയും പേജ് നിറയ്ക്കണമെങ്കിൽ കുറെ സ്റ്റിക്കർ വാങ്ങണം. പിന്നെ എല്ലാ പാക്കറ്റിലും ചിലപ്പോ നമുക്ക് ഡബിളൊക്കെ കിട്ടും. അപ്പൊ എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പൊ അതൊരു വലിയൊരു പദ്ധതി തന്നെയായിരുന്നു. അതെ, ശരിക്കും അതെ. എക്സ്ചേഞ്ചും ഇതും സ്കൂളിൽ ഇതായിരുന്നു കുറെ പേർക്ക് പരിപാടി. ഇപ്പൊ അത് എക്സ്ചേഞ്ച് ചെയ്യുക. ചില കാർഡിന് ഭയങ്കര പ്രാധാന്യം. ഇപ്പൊ സ്റ്റാർ പ്ലെയർ, ഇപ്പൊ മാരഡോണ, പ്ലാറ്റിനി, അങ്ങനത്തെ ഇതിനൊക്കെ. അപ്പൊ അതൊരു ആ കാലത്ത് തന്നെ ഒരു വലിയൊരു ബിസിനസ് ഒരു ഇതുപോലെ തന്നെയാണ്. ഈ പനീനി അങ്ങനത്തെ ടോപ്സ് അങ്ങനത്തെ കമ്പനീസിന് ഫിഫയും യുഎഫയും പ്രീമിയർ ലീഗൊക്കെ ഇതിനുള്ള ലൈസൻസ് കൊടുക്കും. അപ്പൊ അതൊരു ശരിക്കും ഒരു $multi-billion ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പൊ ഫിഫ ആണെങ്കിൽ എല്ലാ സാധനം ഫിഫ സ്റ്റോറിൽ കിട്ടാത്ത സംഗതികളൊന്നുമില്ല, എല്ലാം ഫുട്ബോളായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തരത്തിലുള്ള. അല്ല, ഇത് ഫിഫയുടെ ഒരു പ്രോഡക്റ്റ് അല്ല. പക്ഷെ ഇത് ഒരു കണക്കിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് പ്രത്യേകിച്ചും ആ കളിയുടെ എന്താ പറയാ എല്ലാ ടീമുകളെ പറ്റിയൊക്കെ അറിയാനൊരു നല്ലൊരു രീതിയാണ് ശരിക്കും. ഇപ്പൊ പല 86-ലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ 12 വയസ്സിലിപ്പോ ഉറുഗ്വേ എന്താണ്, എവിടെയാണ്, ഒന്നും അറിയില്ല. ആരാ അവരുടെ കളിക്കാര്. ഇതൊക്കെ ഈ സ്റ്റിക്കറിന് താഴെ അതിൽ ഏത് ക്ലബിനാ കളിക്കണം, എത്ര വയസ്സായത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ കുറെ കളിക്കാരെ പറ്റി എനിക്ക് ആദ്യം വിവരം കിട്ടിയത് അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്റർനെറ്റും ഇൻസ്റ്റഗ്രാമും ഇതൊന്നും ഇല്ലാത്ത കാരണം. ഇത് പിന്നെ നമ്മുടെ ഫുട്ബോളിൽ മാത്രമല്ലല്ലോ, ക്രിക്കറ്റിലും നമ്മൾ ഇവിടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ സ്കൂളിലുള്ളപ്പോ നമ്മൾ കാർഡ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ മറ്റേ ബബിൾ ഗമ്മിന്റെ ഇതിന്റെ ഒക്കെ കൂടെ കിട്ടുമായിരുന്നല്ലോ. അതെ. ഈജിപ്ത് അർജന്റീന കളിയുടെ ഒരു വിവാദം ഇപ്പോഴും അടങ്ങുന്നില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇജാസ് എൻസിയുടെ ചോദ്യമാണ്. ഈജിപ്ത് അർജന്റീന മത്സരത്തിനിടെ കോച്ച് ഹൊസം ഹസൻ ആംഗ്യം കാണിച്ച സംഭവത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. റഫറി മത്സരം നിർത്തി ഫിഫയുടെ വംശീയവിരുദ്ധ പ്രോട്ടോകോൾ നടപ്പിലാക്കണമായിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാമോ? എന്തെങ്കിലും വംശീയ അധിക്ഷേപം ഉണ്ടായതിനെ തുടർന്നാണോ ഇങ്ങനെയൊരു ആംഗ്യം കാട്ടിയത്? അങ്ങനെയെങ്കിൽ ആരാണ് ഉത്തരവാദി? വംശീയ വിരുദ്ധ ആംഗ്യം കാണിക്കുകയും എന്നാൽ അതിന് തക്കതായ സംഭവം ഇല്ലെന്ന് കണ്ടെത്തുകയും ചെയ്താൽ ഫിഫയുടെ വംശീയ വിരുദ്ധ പ്രോട്ടോകോൾ പ്രകാരം അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയില്ല. അത് കാണിച്ചത് ഞാൻ കണ്ടു. അടയാളം കാണിച്ചാൽ ശരിക്കും റെഫറി അതിനനുസരിച്ച് എന്തെങ്കിലും നടപടി എടുക്കണം എന്നാണ്. പക്ഷെ ഇന്നലെ ഞാൻ കണ്ടത് ഈജിപ്ത് ബെഞ്ചിനെ നോക്കി കാർഡ് കാണിക്കുന്നു, മഞ്ഞ കാർഡ് കാണിക്കുന്നു. ഒരു ഈജിപ്ത് സപ്പോർട്ട് സ്റ്റാഫ് ഒരാൾ പിച്ചിലേക്ക് ഓടുന്നു, അയാളെ പിന്നെ പിടിച്ച് മാറ്റുന്നു, എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നെ കുറച്ച് ഫാൻസ് ഇസ്രേലി കൊടി അവിടെ സ്റ്റാൻഡ്സ് കാണിച്ച് എന്തോ പറയുന്നു കോച്ചിനോട്. കോച്ച് തിരിച്ച് തുപ്പിന്ന് എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അവിടെ. അത് നമുക്ക് മുഴുവൻ അറിയാതെ പറയാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ആൾക്കാർ ഫീൽഡ് ഓഫ് പ്ലേയിൽ കളിക്കാരെന്തെങ്കിലും
പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്പം തന്നെ നടപടി എടുക്കേണ്ടത്. ഇപ്പോൾ വിനീഷ്യസിന്റെ കാര്യത്തിലൊക്കെ ചാമ്പ്യൻസ് ലീഗിൽ ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ അവർ ചെയ്തു. കളിക്കാരന് ബാനിങ് അതെ ഈ ടൂർണമെന്റിലും ഇപ്പൊ അത് പക്ഷെ റേസിസ്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. അത് വായ പൊത്തി പറയാൻ പാടില്ല എന്നാണ് ഇപ്പൊ റൂള്. അപ്പൊ എന്താ പറഞ്ഞു വേറെ വല്ലതായിരിക്കും, എന്താ ഇന്ന് ഉള്ളിയുടെ വില എന്താന്നൊക്കെ ചോദിച്ചു. പക്ഷെ അത് വായ പൊത്താൻ പാടില്ല, അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അശോക് ഉണ്ണിയുടെ ചോദ്യം: അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള മത്സരത്തിൽ ഈജിപ്ഷ്യൻ മാനേജ്മെന്റ് റഫറിയോട് കാണിച്ച എക്സ് കൈമുദ്രയുടെ പ്രാധാന്യം എന്താണ്? ഇത് വംശീയതയ്ക്കെതിരായ ആരോപണമായിട്ടാണോ ശരിക്കും ഉപയോഗിക്കുന്നത്? ഇത്തരം ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കൈമുദ്ര മുമ്പ് ഏതെങ്കിലും ഫുട്ബോൾ മത്സരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അല്ല, ഇതിപ്പോ ഈ ആരോപണങ്ങൾ കുറെ കാലമായിട്ടുള്ളതാണ്. ഇപ്പൊ വിനീഷ്യസിന്റെ കാര്യത്തിലൊക്കെ എത്ര ഒരു 20 കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ലാ ലീഗയിൽ തന്നെ, ഓരോ മാച്ചുകളുടെ ഇടയ്ക്ക് ഇങ്ങനെ. അത് പക്ഷെ അധികവും ക്രൗഡിൽ നിന്നുള്ള ഓരോ അവർ വിളിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റേഴ്സ് കാണിക്കേണ്ടത് ഇതൊക്കെ. ഇത് പിച്ചിൽ നടന്നതായിട്ടൊന്ന് ബെൻഫിക്കായിട്ട് അവർ കളിക്കുമ്പോൾ ആ കളിക്കാരനെ പക്ഷെ ബാനൊക്കെ കൊടുക്കുകയും ചെയ്തു. ഇത് ബെഞ്ചിൽ നിന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോയെന്ന് ഇപ്പം എനിക്ക് എൻ്റെ ഭാഗത്ത് ഒരു തെളിവില്ല. ഇപ്പം അർജന്റീന ബെഞ്ചിൽ നിന്ന് അവർ ഈജിപ്ത് ബെഞ്ചിനെ നോക്കി വല്ലതും പറഞ്ഞോ അതോ കളിക്കാരെ നോക്കി വല്ലതും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ബെഞ്ച് അറബിക്കിൽ സംസാരിക്കുന്നത്, മറ്റേ ബെഞ്ച് സ്പാനിഷിൽ, റെഫറി ഫ്രഞ്ചുകാരനായിരുന്നു. ഇപ്പം ഇതെല്ലാം കൂടി ആരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് ശരിക്കും വ്യാഖ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അക്ഷയ് SHന്റെ ചോദ്യം: പല ടീമുകളും ട്രാൻസിഷൻ കൗണ്ടർ അറ്റാക്ക് സമയത്ത് പ്ലെയേഴ്സിനെ ഇന്റൻഷനലി ടാക്ടിക്കൽ ഫൗൾ ചെയ്യുന്നത് കാണാം. എന്നാൽ അവർ വെറും യെല്ലോ കാർഡ് കൊണ്ട് രക്ഷപ്പെട്ടു പോകുകയാണ്. അവർ പണിഷ്ഡ് ആകുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെയിരിക്കെ മറ്റൊരു കളർ കാർഡ് കൊണ്ടുവന്നോ മറ്റോ ഈ ടാക്ടിക്കൽ ഫൗൾസ് ചെയ്യുന്ന പ്ലെയേഴ്സിനെ ഹോക്കിയിലെ പോലെ 5-10 മിനിറ്റ് ടെമ്പററി സസ്പെൻഷൻ കൊടുക്കുന്നത് നല്ലതല്ലേ? അത് കളിയുടെ റിതം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കില്ലേ? അതിന് ഫേവർ ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ റഗ്ബിയിലൊക്കെ സിൻബിൻ എന്ന് പറഞ്ഞൊരിതുണ്ട്. 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സീരിയസ് ഫൗൾ പ്ലേക്ക് റെഡ് കാർഡ് കിട്ടും. പക്ഷെ ഇങ്ങനെ കളി ഡിസ്റപ്റ്റ് ചെയ്യണ എന്തെങ്കിലും ഫൗളൊക്കെ ആണെങ്കിൽ ഈ ഹോക്കിയിലത്തെ പോലെ റഗ്ബിയിലും ഇപ്പം ഉണ്ട്. അത് ശരിക്കും കൊണ്ടുവരണം. ഈ ടാക്ടിക്കൽ ഫൗളിംഗ് എന്ന് പറഞ്ഞാൽ അത് ചില ടീംസ് അത് മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ ലിവർപൂളും മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെ കുറേ കാലമായിട്ട് ആ കൗണ്ടർ അറ്റാക്ക് ബ്രേക്ക് ചെയ്യാൻ മിഡ്ഫീൽഡിൽ നിന്ന് ടാക്ടിക്കൽ ഫൗൾ ചെയ്തിട്ട് റെഡ് കാർഡൊന്നും കിട്ടില്ല മിഡ്ഫീൽഡിൽ നിന്നാകുമ്പോൾ സാധാരണ. പറഞ്ഞത് ശരിയാണ്, തീർച്ചയായിട്ടും അത് കളിയുടെ ഫ്ലോ ബ്രേക്ക് ചെയ്യും. അത് ശരിയല്ല, അത് പലപ്പോഴും വളരെ സിനിക്കലായിട്ടുള്ള ഫൗൾസാണ്. കളി ബോൾ പ്ലേ ചെയ്യാൻ ഒരു അറ്റംപ്റ്റും ഇല്ല, ജസ്റ്റ് ആ കളിക്കാരനെ തട്ടി താഴിടുക എന്നുള്ളൊരിതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു നടപടി കൊണ്ടുവന്നാൽ ഞാൻ എന്തായാലും അത് സപ്പോർട്ട് ചെയ്യും. അടുത്ത ചോദ്യം സജി കുഴിച്ചാലിൻ്റെതാണ്. എനിക്ക് തോന്നിയത് റൊണാൾഡോ ആണ് അയാളുടെയും രാജ്യത്തിൻ്റെയും ലോകകപ്പ് സാധ്യതകൾ ഇല്ലാതാക്കിയത് എന്നാണ്. എല്ലാ ഭാഗത്തും വളരെ സ്ട്രോങ് ആയ കളിക്കാരുള്ള പോർച്ചുഗൽ പോലെ ഒരു ടീം ബോക്സിനടുത്ത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. റൊണാൾഡോ ഒരു 20-30 മിനിറ്റ് മാത്രം കളിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു മാർട്ടിനസ് ഒരുക്കേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള ടീമായിരുന്നു. 90 മിനിറ്റും കളിക്കുക വഴി ആ സാധ്യത റൊണാൾഡോയും കോച്ചും ചേർന്ന് ഇല്ലാതാക്കി. ക്രൊയേഷ്യയുമായുള്ള കളിയിൽ റൊണാൾഡോയെ സബ് ചെയ്ത ഉടനെ അവരുടെ കളിയും മാറി, ഗോളും വന്നു. റൊണാൾഡോ താൻ ഹീറോ ആയി മാത്രമേ പോർച്ചുഗൽ വേൾഡ് കപ്പ് ജയിക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ച മാതിരിയായിരുന്നു. ഇത്രയും ഔട്ട് ഓഫ് ഫോം ആയ ഒരു കളിക്കാരനെ സ്ട്രൈക്കറായി വെച്ച് വേൾഡ് കപ്പ് ജയിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്താണ് അഭിപ്രായം? ഞാൻ ഇന്നലെ പറഞ്ഞത് കളിക്കാരനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. എല്ലാ കളിക്കാർക്കും 90 മിനിറ്റ് കളിക്കണം എന്ന് അവരുടെ ആഗ്രഹം. ഇത് കോച്ച് എടുക്കേണ്ട തീരുമാനമാണ്. കോച്ചും സ്ക്വാഡ് ആദ്യം സെലക്ട് ചെയ്യണം. സ്ക്വാഡിൽ എന്തായാലും റൊണാൾഡോ ഉണ്ടാവുമെന്ന് നമുക്കറിയായിരുന്നു. പക്ഷെ വേറെ പല ടീമുകളും ഇപ്പോൾ അവരുടെ ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള കളിക്കാരെയൊക്കെ, ഇപ്പം നെയ്മറിനെ ബ്രസീൽ ആദ്യത്തെ മിനിറ്റ് തൊട്ടൊന്നും ഒരു കളിയിലും കളിപ്പിച്ചില്ല. ഒന്ന് ഫിറ്റ്നസ് ഇല്ല. റൊണാൾഡോൻ്റെ കേസ് വേറെയാണ്. പക്ഷേ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഒരു സൗദി ലീഗിൽ കളിക്കുന്ന ഒരാളിപ്പോൾ ടോപ്പ് ഒരു യൂറോപ്യൻ ലീഗിൽ കളിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അപ്പം അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന നിലവാരത്തിൽ ആ ലീഗും യൂറോപ്യൻ ലീഗും സൗദി ലീഗും തമ്മിൽ. അപ്പം അവിടെ എത്ര ഗോൾ അടിച്ചാലും ഇപ്പോൾ ഇവിടെ വന്നിട്ട് അതേപോലെ
പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഞാനാണ് പോർച്ചുഗൽ കോച്ച് ആണെങ്കിൽ റൊണാൾഡോ ഒരു ഇമ്പാക്ട് സബ്ബായിരിക്കും. എന്നുവെച്ചാൽ ഈ ലോകകപ്പിൽ നമ്മൾ പല കളിയിലും കണ്ടിട്ടുണ്ട് 60-70 മിനിറ്റ് കഴിഞ്ഞിട്ട് ടീംസ് ഗോൾ അടിക്കുന്നത്, ഡിഫൻഡർമാർ തളർന്നിട്ടുണ്ടാവും, ഗ്യാപ്സ് ഒക്കെ കുറേ കൂടി വരും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ റൊണാൾഡോന് ത്രൂ ബോൾ കൊടുത്താൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള മികവ് ഇപ്പോഴും ഉണ്ട്. 90 മിനിറ്റ് പക്ഷെ ഒരു സിംഗിൾ സ്ട്രൈക്കറായി കളിക്കാനുള്ള ആ ഒരു എന്താ പറയുക മൂവ്മെൻറ്റ് ഇപ്പം ഇല്ല. ഇപ്പം സിംഗിൾ സ്ട്രൈക്കറായി കളിക്കുന്ന പല ടീംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇപ്പോഴും സൂപ്പർ അത്ലീറ്റ്സ് ആണ്. അവരിങ്ങനെ റൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ലാതെ അതിൽ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഹാളൻഡ് മാത്രം. ഹാളൻഡ് അവിടെ നിന്നാൽ മതി, അവരവിടെ എത്തിച്ചു കൊടുത്തോളും ബോൾ. അക്ഷയുടെ ചോദ്യമാണ്, പ്രതിരോധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അർജന്റീന ഇപ്പോഴത്തെ ടീമിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഗോൾ വഴങ്ങിയില്ലെങ്കിൽ മത്സരം വിജയിക്കാൻ തക്ക മുന്നേറ്റ നിര ടീമിനുണ്ട്. ഫിസിക്കാലിറ്റിയും സെറ്റ് പീസുകളുമെല്ലാം പരിഗണിച്ച് ദിലീപാണ് പരിശീലകനെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസിനെ ലെഫ്റ്റ് ബാക്കാക്കി സെനേസിയെയോ ഒട്ടാമെൻഡിയോയോ റൊമറയ്ക്കൊപ്പം സെൻട്രൽ ബാക്കായി കളിപ്പിക്കുമോ? നിങ്ങളാണ് സ്കലോണിയുടെ സ്ഥാനത്തെങ്കിൽ അടുത്ത പെനാൽറ്റി എടുക്കുന്നതിൽ നിന്ന് മെസ്സിയെ ഒഴിവാക്കുമോ, പ്രത്യേകിച്ച് ലോകകപ്പിൽ 8-ൽ 4 പെനാൽറ്റികളും മിസ്സാക്കിയ സാഹചര്യത്തിൽ? എനിക്ക് ഡിഫൻഡേഴ്സിനെ കുറ്റം പറയുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം, ഇപ്പോൾ കഴിഞ്ഞ സീസൺ മുഴുവൻ ലിവർപൂളിൻ്റെ ഡിഫൻസിനെ പറ്റി ചർച്ച നിരന്തരമായിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആ 4 കളിക്കാർ മാത്രമല്ല, അത് മിഡ്ഫീൽഡിന് സഹായിക്കണം. മിഡ്ഫീൽഡിൽ പലപ്പോഴും ഒരു കവറും ഇല്ലാത്തപ്പോഴാണ് ഡിഫൻഡേഴ്സ് എക്സ്പോസ്ഡ് ആവും. അത് എത്ര മികച്ച സെൻട്രൽ ഡിഫൻഡേഴ്സ് ആയാലും ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് AC മിലാൻ്റെ ഒക്കെ എല്ലാ കാലത്തും ഏറ്റവും മികച്ച ഡിഫൻസ് ബെറേസി, കോസ്റ്റ്കോട്ടേക്ക്. പക്ഷെ അവരുടെ മുമ്പിൽ ഒരു ഫ്രാങ്ക് റൈക്കാർഡ് ഇല്ലെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഇല്ല. അത് എല്ലാ നല്ല ടീംസിനും അങ്ങനെ. ഇപ്പോൾ ചെൽസിക്ക് ജോൺ ടെറിയും കാവാലിയോ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർക്ക് ക്ലോഡ് മാക്കിലേലെ മുമ്പിലുണ്ട്. ഫ്രാൻസിന് അങ്ങനെ തന്നെയായിരുന്നു, മാക്കിലേലെ. അതിനു മുമ്പ് ഡിഡിയെ ഡെഷാംസ്, അങ്ങനത്തെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അപ്പം പലപ്പോഴും ഈ അർജന്റീന കളിയിൽ എൻസോ ഫെർണാണ്ടസോ മെക്കാലിസ്റ്ററോ വേണ്ട പോലെ അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതും കൂടി നോക്കണം നമ്മൾ. ലെഫ്റ്റ് ബാക്കിലും റൈറ്റ് ബാക്കിലും വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം മൊളീന ആയാലും കഴിഞ്ഞ കളി ടാഗ്ലിഫിക്കോ ആണ് കളിച്ചത്, അതിന് മുമ്പ് മെദീന, അവർ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ട്. സെൻറ്റർ ബാക്കിലത്തെ പ്രശ്നങ്ങൾ പകുതി വരുന്നത് ഈ മിഡ്ഫീൽഡ് ശരിക്കും കവർ ചെയ്യാനിട്ടാണ്. ഈ മെസ്സിയുടെ കാര്യത്തിൽ ഏത് കോച്ചാ മെസ്സിയോട് പോയി പറയാൻ പോകണം നിങ്ങൾ പെനൽറ്റി എടുക്കണ്ടെന്ന്? അത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുന്നത്. മെസ്സി തന്നെ തീരുമാനിക്കണം. മെസ്സിയാണ് ക്യാപ്റ്റൻ, ഓൺ ഫീൽഡ് ക്യാപ്റ്റൻ മെസ്സിയാണ്. അടുത്ത പെനൽറ്റി വന്നാൽ ഞാൻ എടുക്കാൻ പോകുന്നില്ല, മെക്കാലിസ്റ്ററോ എൻസോ ആരെങ്കിലും എടുത്തോളൂ എന്ന് പറയണം. അല്ലാതെ കോച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല പോയി പറയുന്നത്. സുജിത്ത് സിയുടെ ചോദ്യം, ലോകകപ്പ് ക്വാർട്ടറിലെത്തിയ 8 ടീമുകളും മികച്ചത് തന്നെയാണ്. എന്നാൽ അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നീ 4 ടീമുകളിലൊന്ന് മുന്നോട്ട് പോയി കപ്പ് നേടുമെന്നാണ് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത്. ബെൽജിയം, സ്വിറ്റ്സർലൻഡ്, മൊറോക്കോ, നോർവേ എന്നീ ടീമുകളുടെ സാധ്യതകൾ എന്താണ്? ഇവരാരും ഇതിനു മുമ്പ് ജയിച്ചിട്ടില്ല, അതാണ് 4 ടീം ജയിക്കാത്ത ടീമാണ്. സാധ്യത നല്ലോണം ഉണ്ട്. ഇപ്പം നോർവേയുടെ കാര്യത്തിലൊന്നും ഒരു ടീമിനും നോർവേ കളിക്കാൻ ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് അവർ ബ്രസീലിനെതിരെ കളിച്ചതിന് ശേഷം വേറെ ഏതാ ടീം, ബെൽജിയം ഇപ്പം ഇങ്ങനെ ഓരോ കളി വരുന്തോറും അവരുടെ പ്രദർശനം നന്നായി വന്നിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ശരിക്കും നമ്മൾ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കറുത്ത കുതിരയായിരുന്നു സ്വിറ്റ്സർലൻഡ്. അവരെ ബ്രേക്ക് ചെയ്യാൻ ടഫായിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അർജന്റീന ശരിക്കും 100% അവരുടെ മികവ് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ടീമാണ് സ്വിറ്റ്സർലൻഡ്. പിന്നെ മൊറോക്കോ, ഫ്രാൻസ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, അത് വളരെ നല്ലൊരു ടീമാണ് മൊറോക്കോ. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ മത്സരത്തിലെ വാർ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്ന്, സച്ചിൻ ബാബുവിൻ്റെ ചോദ്യം, എന്താണ് വാറിൻ്റെ മാനദണ്ഡം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർ നോക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്? അടുത്തത് ബെയ്സിലിൻ്റെ ചോദ്യമാണ്, അർജന്റീന ഈജിപ്ത് മത്സരത്തിനിടയിൽ മെക്കാലിസ്റ്ററുടെ ജേഴ്സി വലിച്ച് ഫൗൾ ചെയ്ത സംഭവം പെനാൽറ്റി വിധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതിൽ വാർ ഓൺഫീൽഡ് റഫറിയോട് റിവ്യൂ ചെയ്യാൻ പറയണമായിരുന്നോ? എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാമോ? ഇനി ഷെമിൻ കെയുടെ ചോദ്യമാണ്,
അർജന്റീന ഈജിപ്ത് മത്സരം നിയന്ത്രിച്ച റഫറിയും വാർ ഡിസിഷനും പക്ഷപാതപരവും അനീതിയുമാണെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് വരാനിരിക്കുന്ന മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന റഫറിമാർക്ക് അമിത സമ്മർദ്ദമുണ്ടാക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? ഈ അടുത്ത കാലത്ത് ഇത്രയും വ്യാപകമായും രൂക്ഷമായും ലോകവേദിയിൽ ഒരു മത്സരത്തിനെതിരെ ആരോപണം വന്നത് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പ്രതിഷേധവും ചർച്ചകളും ഭാവിയിൽ ഒഴിവാക്കാൻ റഫറിമാർക്ക് ഫിഫ എന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ടോ? റഫറിയുടെ തീരുമാനം നിഷ്പക്ഷമല്ലെന്നും പൂർണ്ണമായും തെറ്റാണെന്നും തോന്നിയാൽ ഫിഫ ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടിക്കോ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷനോ മുതിർന്നതായി ചരിത്രമുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ റെഫറിമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിർദ്ദേശം വരുന്നത് ഫിഫയുടെ ഭാഗത്തു നിന്നാണ്. ഇത് വാർ വരുമ്പോൾ ഇത് ആവിഷ്കരിച്ചത് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം അത് എല്ലാത്തിലും ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു ഓൺ ഫീൽഡ് റെഫറി ഇപ്പം ജേഴ്സിയൊക്കെ വലിക്കേണ്ടത് അത് എല്ലാ കളിയിലും ഒരു 10-50 തവണ നടക്കേണ്ടത്. പക്ഷെ അത് എത്ര നേരം പിടിച്ചു വെക്കണോ, അത് മറ്റേ കളിക്കാരൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും ബ്ലോക്ക് ചെയ്തോ, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ വിസിലിയോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം കോർണർ കിക്കിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരം ഇത് കെട്ടിപ്പിടിക്കലും ജേഴ്സി വലിക്കലും മാത്രമേ നിങ്ങൾ കാണുള്ളൂ. പക്ഷെ അത് ആ ഓൺ ഫീൽഡ് റെഫറി തീരുമാനിക്കുക എപ്പോൾ അത് പെനൽറ്റി വിസിൽ ചെയ്യണം, എപ്പോഴും അത് വെറുതെ വിടണം. ഇതെല്ലാ സിറ്റുവേഷനിലും വാർ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുട്ബോൾ അല്ലാതെയാവും. ഫുട്ബോൾ എന്തുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും പോപ്പുലർ സ്പോർട്ട് ആയത്? അതിനൊരു ഒഴുക്കുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ള കളിയാണ്. ഓഫ് സൈഡ് റൂൾ ഒഴികെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല ഫുട്ബോളിൽ. ഇപ്പോൾ ക്രിക്കറ്റിലത്തെ LBW റൂള് പോലെയോ മറ്റേ റഗ്ബിയിലത്തെ റക്ക് ആൻഡ് മോൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ പലപ്പോഴും കൊല്ലങ്ങൾ എടുക്കും ആൾക്കാർക്ക്. അപ്പം അങ്ങനത്തെ ഒരു കാര്യമില്ലാത്തൊരു സ്പോർട്ടാണ്. വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ആ വേഗം തീരും. ഇതിപ്പോൾ ഫുട്ബോളിനെ അമേരിക്കൻ ഫുട്ബോൾ പോലെ ആക്കാൻ നോക്കുക. 1 മണിക്കൂറിൻ്റെ കളി അവിടെ 3.5 മണിക്കൂറാക്കി നീട്ടും. ഓരോ സ്റ്റോപ്പേജ്, ടൈം ഔട്ട്, അത് ഇതെന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഫുട്ബോളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാത്തിലും വാർ ഇടപെട്ടോട്ടെ. എനിക്ക് അങ്ങനത്തെ ഫുട്ബോൾ കാണണമെന്ന് ഒരു താല്പര്യമില്ല. ഞാൻ ഇതിനെ പറ്റി, ഈ വിഷയത്തെ പറ്റി ജസ്റ്റ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കണ്ട. ഒരു പ്രീമിയർ ലീഗിൽ ഇപ്പം എല്ലാം കൂടി ഇംഗ്ലീഷ് ഫുട്ബോൾ 17 കൊല്ലം റെഫറി ആയിരുന്ന ഗ്രേം സ്കോട്ട് ഇപ്പോൾ അവിടുത്തെ റെഫറീസിനെ ട്രെയിൻ ചെയ്യണം. അവിടുത്തെ ഒരു മെൻറ്റോറാണ്, റെഫറിങ് എക്സ്പേർട്ടാണ്. അദ്ദേഹം പറഞ്ഞൊരിത് ഞാൻ വായിക്കാം. ദ ഡിസിഷൻ ടു disallow Egypt's goal was incorrect. Athia's challenge on Lisandro Martinez in the build-up to the goal was normal contact and should be regarded as such. It was also almost 100 yards from goal, and Argentina had every opportunity to regroup and defend. So no wonder Egypt felt aggrieved that the eventual goal was disallowed. If you look at the incident, there was some contact, foot on foot, and fleeting hold of the shirt, but no offense worthy of VAR callback. You also have to see how far up the pitch it takes place. Argentina had plenty of players back to defend. It was an astonishing intervention and massive overreach of VAR's role. അത്രയും ഞാൻ പറയുള്ളൂ. വാർ കൊണ്ടുവന്നത് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള, ഇപ്പോൾ കോൺസിഡർ റെഡ് കാർഡ് അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബോൾ അല്ലെങ്കിൽ ഒരു ഓഫ് സൈഡ്, ഇതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫീൽഡിൽ നടക്കണ ഓരോ ചെറിയ ഫൗളിലും ഇടപെട്ടാൽ ഒരു 90 മിനിറ്റിന്റെ ഫുട്ബോൾ മാച്ച് 180 മിനിറ്റായി മാറും. വിസിൽ മുഴങ്ങുന്ന മാത്രമായിരിക്കും ഗ്രൗണ്ടിൽ. അത് പിന്നെ നമ്മളൊരു ബുബുസേലയും വെച്ച് പോവാ, അങ്ങനെ പിന്നെ അത്രേ ഉള്ളൂ. അവസാനത്തെ ചോദ്യങ്ങൾ ഈ വാറുമായി ബന്ധപ്പെട്ട ഒരു സജഷൻസ് പറയുന്നതാണ്. ഈ മഹേഷ് എസിൻ്റെത്, ക്രിക്കറ്റിലെയും ഹോക്കിയിലെയും പോലെ DRS സിസ്റ്റം ഫുട്ബോളിൽ കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാവും? ഓരോ ടീമിനും റഫറിയുടെ തീരുമാനത്തിൽ അപ്പീൽ പോകാൻ 2-3 അവസരങ്ങൾ നൽകുക. ഇത് വാറിനേക്കാളും മികച്ച സിസ്റ്റം ആവില്ലേ? ബിബിൻ ഇതേ കാര്യം ചോദിക്കുന്നു. ക്രിക്കറ്റിൽ DRS പോലെ ഫുട്ബോളിൽ ഒരു ടീമിന് 2-3 റിവ്യൂ എടുക്കുവാനുള്ള അവസരം കൊടുത്താൽ ഒരു പരിധിവരെ ഇത്തരം ആരോപണങ്ങൾ കുറയ്ക്കാൻ സാധിക്കില്ലേ? അതിൽ പ്രശ്നം 2 വശത്ത് നമുക്ക് കാണാം. ഒന്ന്, ഫുട്ബോളിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോളിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒഴുക്കാണ്. അതിങ്ങനെ ക്രിക്കറ്റിലോ അമേരിക്കൻ ഫുട്ബോളിലോ ബാസ്കറ്റ് ബോളിലോ ഉള്ള പോലത്തെ ഈ സ്റ്റോപ്പേജസ് ഇല്ലാതെ പോണ ഒരു കളി. പക്ഷെ ഇപ്പം ഏതായാലും വാറ് കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പേജ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയാണ്, വേണമെങ്കിൽ ഓരോ ടീമിനും ഓരോ എപ്പിയിൽ ഓരോ റിവ്യൂ ആയിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ വെറുതെ അനാവശ്യമായിട്ട്
ഓരോ തവണയും നമ്മൾ 5 മിനിറ്റ് റീപ്ലേ നോക്കണതിന് പകരം ഒരു തവണ അത് നോക്കി അതോടെ കഴിഞ്ഞു. ബാക്കി സമയത്ത് ഓൺ ഫീൽഡ് ഡിസിഷൻ കറക്റ്റാണ്. വാറ ഇടപെടേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഓബ്വിയസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഓഫ് സൈഡ് ആയിട്ടുള്ള ഒരു ഗോൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു റെഡ് കാർഡ് ആവേണ്ടത് അത് നിർദ്ദേശിക്കാൻ, അല്ലെങ്കിൽ തെറ്റായിട്ട് കാർഡ് കൊടുത്തത് അത് തിരുത്താൻ. അല്ലാത്തതിൽ വാറ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.